ശ്രീമതി അഞ്ജലി കൃഷ്ണ 8 ദിവസമാകുന്നു ഈ സംഭവം നടന്നിട്ട്. തുടക്കം മുതൽ തന്നെ ഒരു നീതി നിഷേധം ഈ വിഷയത്തിന്റെ ഭാഗമായിരുന്നു. ഒരാളെ മാത്രം പ്രതി ചേർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം, തെളിവുകൾ നശിപ്പിക്കുന്ന സാഹചര്യം, ഏറ്റവും ഒടുവിൽ CBI അന്വേഷണം ഏറ്റെടുത്ത പശ്ചാത്തലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ ഈ സമയത്ത് പ്രതീക്ഷ നൽകുന്നുണ്ടോ? ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു രീതിയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങൾ സ്ട്രൈക്കും കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. നമ്മൾ വളരെ ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഡിമാൻഡ്സ് ആണ്. 2 കാര്യം. ഒന്ന്, നമ്മുടെ ആർജിക്കറിൽ നടക്കുന്ന കുട്ടിയുടെ നീതി, ആ ബ്രൂട്ടൽ മർഡർ ആൻഡ് റേപ്പിന് അതിലുള്ള നീതി. രണ്ടാമത്തത്, എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, അതായത് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന രീതി എത്രയും പെട്ടെന്ന് നിലവിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ മുഖ്യമായി വെച്ചിരിക്കുന്ന നമ്മുടെ അജണ്ട. ഈ 2 എണ്ണവും എപ്പോഴാണോ നമുക്ക് കിട്ടുന്ന എന്നുള്ള രീതിയിൽ ഒരു ക്ലിയർ കട്ട് ഒരു ഡിസിഷൻ ഫ്രം ദ ഗവൺമെന്റ് കിട്ടുന്ന രീതി വരെ നമ്മൾ ഈ സ്ട്രൈക്ക് തുടരാനാണ് നമ്മുടെ തീരുമാനം. ഇത് ഒരു ബേസിക് നീഡാണ്, നെസസിറ്റി ഓഫ് ദ ആറാണ്. അതായത് എത്രയോ ഡോക്ടേഴ്സ് എത്രയോ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ദിവസവും ഒന്ന് പത്രം നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഡോക്ടറെ അടിച്ചു പിടിച്ചു എന്നുള്ളത് മാത്രമേ കാണാനുള്ളൂ. ഇത് എത്ര നാളത്തേക്ക് തുടരും? എപ്പോഴും ഞങ്ങൾ കാണുന്ന പേഷ്യൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന പബ്ലിക് എന്ന് പറയുന്നത് എപ്പോഴും അജിറ്റേറ്റഡ് ആണ്. ആരും സന്തോഷം കൊണ്ട് ഹോസ്പിറ്റലിൽ വരാറില്ല, എല്ലാവരും സങ്കടം കൊണ്ടും ഇതും കൊണ്ടും വരുന്നതാണ്. അതിന് ആർക്കും ഇന്നേ വരെ ഒരു പ്രൊട്ടക്ഷൻ എന്നോ ഒരു സെക്യൂരിറ്റി എന്നോ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പോലീസ് വരിക എന്നുള്ളത് ഒന്നുമേ ഇല്ല. അപ്പൊ എൻഡ് അൺലെസ് നമുക്ക് ഒരു എൻഡ് പോയിന്റിൽ ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് ഉറപ്പുവരുത്തലേ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ആർക്കും എല്ലാം പേടിയായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ ഡോക്ടേഴ്സ് നമ്മൾ രാവിലെ 8 മണിക്ക് പോയാൽ രാവിലെ 5 മണിക്ക് പോകുന്ന പരിപാടിയൊന്നും നടക്കുന്ന കാര്യമല്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന അവറിലും നമ്മൾ ചിലപ്പോൾ 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന 14-16 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് ആർക്കും ഒരു സുരക്ഷ നമുക്ക് ഉറപ്പാക്കുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? സ്ത്രീ എന്ന രീതിയിൽ നമുക്ക് ഒരു എല്ലാത്തിനകത്തും എപ്പോഴും ചോദ്യമാണല്ലോ നമ്മുടെ സുരക്ഷ എന്നുള്ളത്. എത്രയെന്ന് പറഞ്ഞാൽ കണ്ണും കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റും? 31 വയസ്സുള്ള കൊച്ചിനെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ അതിക്രമിച്ച് കയറി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഒന്നല്ല, ഒത്തിരി അനേകം ആൾക്കാർ ചെയ്യുന്ന പറയുന്നത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇതിപ്പോ നാളെ എനിക്കാവാം, വേറെ എന്റെ സഹോദരിക്കാവാം. അപ്പൊ നമുക്ക് ഇന്നെങ്കിലും ഒരു നീതി കിട്ടുക. അല്ലെങ്കിൽ ഇനിയും ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു ആക്ട് വന്നാൽ ചിലപ്പോൾ നടക്കില്ലല്ലോ, പക്ഷെ ആൾക്കാർക്ക് ഒരു ഭീതി ഉണ്ടാവും. അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ ചെറിയ ഫിയറിൽ കൂടെയാണ്. അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ബേസിക് റൈറ്റ് ഓഫ് ഓൾ ഡോക്ടേഴ്സ്, ഓൾ റെസിഡൻസ്. അതുപോലെ അത് മാത്രമല്ല, പാരാമെഡിക്കൽ സ്റ്റാഫിനും ഇത് ഇൻക്ലൂഡഡ് ആണ്. ആർക്കും വന്നു എന്തും ചെയ്യാം എന്നുള്ള ഒന്ന് മാറി അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും മുൻകൂട്ടി വെച്ചിരിക്കുന്നത്. ആദ്യത്തെ തന്നെ ഞങ്ങളുടെ കൊളീഗായ കുട്ടിക്ക് നീതി കിട്ടുക. ഇതാണ് ഡോക്ടർ അഞ്ജലി. ഇവിടെ നമുക്ക് ഈ വന്ദനാദാസ് ഒക്കെ നമ്മളിപ്പോഴും നമ്മുടെ സമൂഹത്തിലെ വല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കേരളത്തിൽ. പക്ഷെ അതിനുശേഷമൊക്കെ നമ്മുടെ നിയമങ്ങൾ ഒരുപാട് ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ആശുപത്രികൾക്ക് ആക്രമണം നടത്തുക, ഡോക്ടർമാരെ ആക്രമിക്കുക എന്നതൊക്കെ ജാമ്യമില്ലാ കുറ്റമാണ്. അതിനുള്ള ശിക്ഷയൊക്കെ കടുത്തതാണ്. അതൊക്കെ നമ്മുടെ സംവിധാനത്തിലുണ്ട്. പക്ഷെ ഇത് എവിടെയാണിത് ഈ ജനത്തെ അങ്ങനെ ഒരു ബോധ്യം കൊണ്ടുവരാത്തത്? അവർക്ക് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവരെ ഒന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കർശനമാകുക എന്നുള്ളതാണല്ലോ. അവിടെ എന്താണ് പിഴവ് സംഭവിക്കുന്നത് എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ? കാരണം ബംഗാളിൽ ഇപ്പോൾ ഈ നടന്ന സമാനമായ ഈ സംഭവത്തിൽ നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സമാധാനമായി പ്രതിഷേധിച്ച നിങ്ങളുടെ നേരെ വലിയ അക്രമ സംഘം പാഞ്ഞെടുക്കുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു, നിങ്ങളെ മർദ്ദിക്കുന്നു. അതിനുശേഷം ഒരാൾ മാത്രമാണ് പ്രതി എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. ഒടുവിൽ കോടതി ഇടപെട്ട് അന്വേഷണം CBI ഏൽപ്പിക്കുന്ന പശ്ചാത്തലമാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം, ബംഗാൾ എന്ന് പറയുന്നത് സമാധാനം പലപ്പോഴും നമ്മൾ നേരത്തെ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിലാണോ എന്ന് പോലും തോന്നത്തക്ക വിധത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയും ഇങ്ങനെ സമാനമായി നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളും എടുക്കാം. അവിടെ ഈ ഭരണകൂടങ്ങൾ പല വിഷയങ്ങളിലും ഇടപെടാതിരിക്കുകയോ അല്ലെങ്കിൽ ഇടപെടുന്നതിലുള്ള കെടുകാര്യസ്ഥതയോ തന്നെ അല്ലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണം? നമുക്കിതിനെ പൊളിറ്റിക്കലി നോക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം നമ്മൾ സമൂഹമായിട്ട് തന്നെ കൈകെട്ടി നിൽക്കുകയല്ലേ. നമുക്കോ സാറിനോ എനിക്കോ നടക്കാത്തിടത്തോളം കാലം നമുക്ക് ഇതിനകത്ത് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ഒരു പബ്ലിക് സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് നീച്ച് കണ്ടു തീർന്നു കഴിഞ്ഞു. ഇത് എന്തുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ഇനിയിപ്പോ എന്റെ കൂടെ ഇരിക്കുന്ന വേറൊരു കൊളീഗിനോ വരുന്നില്ല എന്നുള്ള ആലോചിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ഇതൊരു ശരിക്കും ഒരു ഇഷ്യൂ ആയിട്ട് എടുത്തേനെ. ഇപ്പൊ എന്ത് റേപ്പ് കേസ് നടന്നാലും വന്ദന കേസ് എന്ത് എടുത്താലും നമുക്ക് നമ്മുടെ രീതിയിൽ കുഴപ്പമില്ല എന്നൊരു സമൂഹത്തിന് ഒരു സ്വന്തമായിട്ടൊരു നല്ല സേഫ് ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ആരും അനങ്ങുന്നില്ല. പൊളിറ്റീഷ്യൻസ് വരുന്നു പോകുന്നു. അതിനിപ്പോ നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ എത്ര ആക്ട് ഉണ്ടെന്ന് പറഞ്ഞാലും അൺലെസ് പബ്ലിക് സെൻസിറ്റൈസ്ഡ് അബൌട്ട് ഇറ്റ് ആരും ചെയ്യുന്നില്ല.
ഡോക്ടർമാരെ അടിക്കുക എന്നുള്ളത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ സീനിയറിനോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ PHC എടുത്ത് നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ എത്രയോ ഡോക്ടേഴ്സ് രാത്രിയിൽ പേഷ്യൻസ് വന്ന് നമ്മുടെ നമുക്കുള്ള വെച്ചിരിക്കുന്ന സംവിധാനത്തിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് വിടാനുള്ള ബുദ്ധിമുട്ടാണ്. കാര്യം മരുന്നില്ല, ECG വർക്കിംഗ് ആണ്, അതിൽ ചെസ്റ്റ് എക്സ്റേ ഉണ്ടാവില്ല. ഇതെല്ലാം ആൾക്കാരോട് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൂടെ ഈ പൊളിറ്റിക്കൽ പാർട്ടീസോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അജണ്ട ഒഴിച്ച് അൺടിൽ നല്ല പബ്ലിക്കിന് മനസ്സിലാകണം. അതിനുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിനാണ് ഞങ്ങൾ ഇപ്രാവശ്യം സോഷ്യൽ മീഡിയയിലും ബാക്കി പബ്ലിക്കിന്റെ ഇടയിലും ഒരു രീതിയിൽ ഇത് എന്താണ്, നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു ദിവസം ഡോക്ടർമാരെല്ലാം സ്ട്രൈക്കിന് പോകുന്നു, എല്ലാം നിർത്തിവെക്കുന്നു. പക്ഷെ അതിനുള്ളൊരു കാര്യം എന്താന്നുള്ള ഇന്നും പബ്ലിക്കിന് മനസ്സിലായില്ല. അതായത് ഒരു ഡോക്ടറിന്റെ റേപ്പ് ആൻഡ് മർഡർ മാത്രമല്ല, എല്ലാ ഡോക്ടർമാരെയും ഒരു പ്രൊട്ടക്ഷൻ ആക്ട് കൂടി വേണം എന്നുള്ള രീതിയിലാണ്. കാര്യം ഇപ്പോഴും ആൾക്കാർ പറയുന്നത് CBIയിലേക്ക് പോയല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഇത് ഇന്ന് ഡോക്ടർ മോമിത ആണെങ്കിൽ നാളെ വേറൊരു കുട്ടിയായിരിക്കും. അൺടിൽ അൺലെസ് നമുക്കൊരു സേഫ് ആൻഡ് സെക്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ജോലി ചെയ്യും? സോ റാദർ ദാൻ പൊളിറ്റിസൈസിങ് ഇറ്റ് ഈസ് ബെറ്റർ ടു നമുക്കൊരു പബ്ലിക്കിന് അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിലെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായും. ഡോക്ടർ ഹമാദ് ബിൻ ഖാലിദ്, ഇവിടെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം ഉണ്ടാകുന്നില്ല, പല സംഭവങ്ങളും ഉണ്ടാകുന്നു. കേരളത്തിലടക്കം നിരവധി അക്രമ സംഭവങ്ങൾക്ക് കാരണമാകുന്നു. പലപ്പോഴും